ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. അപ്പോൾ നമ്മൾ 10th പ്രിലിംസ് ഹോട്ട് ടോപ്പിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഇതിന് മുമ്പ് എടുത്ത ക്ലാസ് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. നമ്മൾ 10th പ്രിലിംസ് ഹോട്ട് ടോപ്പിക്സ് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓർഡറിൽ തന്നെ ഓരോ പാർട്ടുകളും കൊടുത്തിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ ഓർഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പറ്റുന്നിടത്തോളം ഓർഡറിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് മുമ്പെടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തൊക്കെ. മുമ്പ് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ജ്ഞാനപീഠം നേടിയ മലയാളികളെ പറ്റി നമ്മൾ പഠിച്ചു. എപ്പോഴാണ് ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയത്? 1965ലാണ്. 1965ലാണ് ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയത്. ആദ്യം ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആരാണ്? അത് ജി ശങ്കരക്കുറുപ്പാണ് അല്ലേ? ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ചത്. നമ്മൾ പഠിച്ചതല്ലേ? ജി ശങ്കരക്കുറുപ്പ് 1965ലാണ് ജ്ഞാനപീഠം ലഭിച്ചത്. പിന്നെ നമ്മളൊന്ന് പഠിച്ചു, ആദ്യം ജ്ഞാനപീഠം ലഭിച്ച വനിത ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിക്കണം എന്നൊരു ആശയാണ് അല്ലേ? അപ്പൊ ആരാണ്? ആശാപൂർണാദേവി. ആദ്യം എനിക്ക് തന്നെ ലഭിക്കണം എന്നൊരു ആശയുണ്ട്. അപ്പോൾ ആ ആശ വെച്ച് കണക്ട് ചെയ്ത ആശാപൂർണാദേവി. പ്രഥശ്രുതി എന്ന കൃതിക്കാണ് ലഭിച്ചത്. 1965 ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ലഭിച്ചത്. അടുത്തത് ആർക്കാ ലഭിച്ചത്? 1980 നോവലിന് ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാലും ആർക്കാണ്? അത് എസ് കെ പൊറ്റക്കാട്. 1980ലാണ് എസ് കെ പൊറ്റക്കാടിന് ലഭിച്ചത്. നോവലിന് ആദ്യമായി ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ എസ് കെ പൊറ്റക്കാടിനാണ്. ഏതാണ് ആ കൃതി? ഒരു ദേശത്തിന്റെ കഥ. ഏതാണ്? ദേശത്തിന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥ നമ്മൾ പഠിച്ചു. അതിലെ ദേശം ഏതാണ്? ദേശം അധിരാണിപ്പാടം അല്ലേ? ദേശം ഏതാന്ന് ചോദിച്ചാൽ അധിരാണിപ്പാടമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മറ്റ് കൃതികളും നമ്മൾ പഠിച്ചു. എസ് കെ പൊറ്റക്കാടിന്റെ കൃതികൾ. അദ്ദേഹം എന്താണ് അറിയപ്പെടുന്നത്? കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ എസ് കെ പൊറ്റക്കാടാണ്. കോഴിക്കോടിന്റെ കഥാകാരൻ എസ് കെ പൊറ്റക്കാടാണ്. പലർക്കും അവിടെ ഡൗട്ട് ഉള്ള ഒരു ഭാഗമാണ്. കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ അല്ലേ? അല്ല, വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെടുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അപ്പൊ കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എസ് കെ പൊറ്റക്കാടാണ്. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, പാതിരാ സൂര്യന്റെ നാട്ടിൽ. ഇതൊക്കെ ആരുടെ കൃതിയാണ്? പാതിരാ സൂര്യന്റെ നാട്ടിൽ, എന്റെ വഴിയമ്പലങ്ങൾ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ വഴിയമ്പലങ്ങൾ. ഇതൊക്കെ ആരുടെ കൃതികളാന്ന് ചോദിച്ചാൽ ആരുടെയാണ്? എസ് കെ പൊറ്റക്കാടിന്റെ കൃതിയാണ്. ഓക്കെ, എന്താണ് അദ്ദേഹം അറിയപ്പെടുന്നത്? കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ എസ് കെ പൊറ്റക്കാടാണ്. അദ്ദേഹത്തിന്റെ ഒരു ദേശത്തിന്റെ കഥയിലെ ദേശം ഏതാന്ന് ചോദിച്ചാൽ അധിരാണിപ്പാടമാണ്. ഒരു തെരുവിന്റെ കഥയിലെ തെരുവ് ഏതാന്ന് ചോദിച്ചാൽ മിഠായി തെരുവാണ്. കോഴിക്കോടിനെ പറ്റി പരിചയമുള്ള എല്ലാവർക്കും അറിയാം. കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഓടി വരുന്ന ഒന്നാണ് മിഠായി തെരുവ് അല്ലേ? മിഠായി തെരുവ്, ബീച്ച്, ഇതൊക്കെയല്ലേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. അപ്പൊ മിഠായി തെരുവ്, അതാണ് തെരുവ്. ഒരു കോഴിക്കോടിന്റെ കഥാകാരൻ എന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ അതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു തെരുവിന്റെ കഥയിലെ തെരുവ് ഏതാന്ന് ചോദിച്ചാൽ മിഠായി തെരുവാണ്. ഏതാണ്? മിഠായി തെരുവാണ്. അപ്പൊ ഏതൊക്കെയാണ്? ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ. കൃതികൾ പഠിച്ചു വെക്കണം കേട്ടോ. നമ്മൾ ആരുടെ കൃതികൾ പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ നമ്മൾ പഠിച്ചു. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ നമ്മൾ പഠിച്ചു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതികൾ നമ്മൾ പഠിക്കണം. അങ്ങനെ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളും നമ്മൾ അറിഞ്ഞിരിക്കണം. ആരുടെ കൃതികളാണെന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കണം. താഴെ തന്നിരിക്കുന്നതിൽ ഇദ്ദേഹത്തിന്റെ കൃതി അല്ലാത്തത് ഏത്? ഇങ്ങനെയൊക്കെ ചോദ്യം വരും. അതുകൊണ്ട് കൃതികൾ നല്ല രീതിയിൽ തന്നെ അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ എസ് കെ പൊറ്റക്കാടിന്റെ പ്രധാന കൃതികളാണ് ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, പാതിരാ സൂര്യന്റെ നാട്ടിൽ, പിന്നെ ഏതാണ്? എന്റെ വഴിയമ്പലങ്ങൾ. ഏതാണ് ഈ പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന നാട് ഏതാണെന്ന് അറിയോ? പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ആണ് കേട്ടോ. പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ആണ്. പാതിരാ സൂര്യന്റെ നാട് നോർവേ ആണ്. പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന കൃതി ആരുടെയാണെന്ന് ചോദിച്ചാൽ എസ് കെ പൊറ്റക്കാടിന്റെ കൃതിയാണ്. അപ്പൊ 1980 ആർക്കാണ് ലഭിച്ചത്? എസ് കെ പൊറ്റക്കാട്. 1984 തകഴി എന്താണ് അറിയപ്പെടുന്നത്? കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ തകഴിയാണ്. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴിയാണ് അല്ലെ? കുട്ടനാടിന്റെ കഥാകാരൻ തകഴിയാണ്. 1984 തകഴിക്കാണ് ലഭിച്ചത്. ഈ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമല്ലേ കുട്ടനാട്? പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ കുട്ടനാടാണ്. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ പമ്പയാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ 1984 തകഴിക്ക് ലഭിച്ചത്. 1995 ആർക്കാണ് ലഭിച്ചത്? നിളയുടെ കഥാകാരൻ. നിള ഏതാണ്? ഈ നിള എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് അറിയോ? ഭാരതപ്പുഴയാണ് കേട്ടോ. നിള, പേരാൽ, പൊന്നാനിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ഭാരതപ്പുഴയാണ്. ഓക്കെ, ഭാരതപ്പുഴയുടെ നിളയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന എന്തോന്നുണ്ടല്ലോ? എന്താണ്? കേരള കലാമണ്ഡലം അല്ലേ? നിളയുടെ തീരത്താണ്, ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് സ്ഥലം? ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? MT ആണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായർ. 1995 MTക്ക് ലഭിച്ചത്. പിന്നെ 2007 ആർക്കാണ് ലഭിച്ചത്? ONV കുറുപ്പിനാണ് 2007 ലഭിച്ചത്.
ലഭിച്ചത്. 2019 ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ അക്കിത്തം. ഓക്കെ, അക്കിത്തത്തിനെ പറ്റി പഠിക്കുമ്പോൾ എപ്പോഴും പഠിക്കേണ്ട ഒരു കാര്യമാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. അത് ആരുടെ വരികളാന്ന് ചോദിച്ചാൽ അക്കിത്തത്തിന്റെ വരികളാണ്. പിന്നെ നമ്മൾ പഠിച്ചിരുന്നു മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, അത് ആരുടെയാണ്? അത് വള്ളത്തോളിന്റെയാണ്. മറ്റുള്ള വള്ളം, നമുക്ക് വരികൾ വേറെ പഠിക്കാം, ഇവിടെ അങ്ങനെ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ ഒന്ന് കേട്ട് പഠിച്ചു വരിക കേട്ടോ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ആരുടെ വരികളാണ്? വള്ളത്തോളിന്റെയാണ്. ഭാരതം എന്ന പേരു കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. അതാരുടെയാണ്? അതും വള്ളത്തോളിന്റെ വരികളാണ്. ഓക്കെ, വാകുരുവി വരുകുരുവി വാഴക്കൈമേൽ ഇരികുരുവി, അതാരുടെയാണ്? ജി ശങ്കരക്കുറുപ്പിന്റെ വരികളാണ്. വാകുരുവി വരുകുരുവി വാഴക്കൈമേൽ ഇരികുരുവി, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. വയലാറിന്റെ വരികളാണ്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. വയലാറിന്റെ വരികളാണ്. ഈശ്വരനല്ല ഞാൻ, മാന്ത്രികനല്ല ഞാൻ, പച്ച മണ്ണിൻ മനുഷ്യൻ. ആരുടെയാണ്? വയലാറിന്റെ വരികളാണ്. ഓക്കെ, അപ്പൊ എല്ലാം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. കാക്കേ കാക്കേ കൂടവിടെ, പ്രാവേ പ്രാവേ പോകരുത്. ഇത് രണ്ടും എഴുതിയതാരാണ്? അത് ഉള്ളൂരിന്റെ വരികളാണ് കേട്ടോ. കാക്കേ കാക്കേ കൂടവിടെ ഏതൊരു മലയാളിക്കും അറിയുന്ന വരികളാണ്. കാക്കേ കാക്കേ കൂടവിടെ. എപ്പോഴും നമ്മൾ അന്താക്ഷരിയൊക്കെ കളിക്കുമ്പോൾ കാ വെച്ചിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ആദ്യം നീച്ചെന്ന് പാടും കാക്കേ കാക്കേ കൂടവിടെ. അപ്പൊ ഈ കാക്കേ കാക്കേ കൂടവിടെ ആരുടെ വരികളാണ്? ഉള്ളൂരിന്റെ വരികളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് 2023 നോബൽ സമ്മാനം നോക്കാം. 2023 നോബൽ സമ്മാനം. അതിനു മുമ്പ് നോബൽ സമ്മാനത്തിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടൊരു നോളജ് നമുക്ക് ഉണ്ടാവണം. നോബൽ സമ്മാനം എപ്പോഴാണ് ഈ നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയെന്ന് അറിയോ? 1901 1901. ഇവിടെ നമ്മൾ നോക്കുന്നത് 2023 നോബൽ സമ്മാനമാണ്. 2024 നോബൽ സമ്മാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്ലാസ് കാണേണ്ടവർ പോയി കാണുക, താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2023 നോബൽ സമ്മാനം രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇനി വരുന്ന 10th പ്രിലിംസ് എക്സാമിന് ഏത് ചോദിക്കും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2023 പഠിച്ചു വെക്കണം, 2024 അറിഞ്ഞു വെക്കണം. ഓക്കെ, അപ്പൊ 2023 നോബൽ സമ്മാനമാണ് നമ്മൾ നോക്കുന്നത്. നോബൽ സമ്മാനത്തിനെ പറ്റി ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എപ്പോഴാണ് നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയെന്ന് ചോദിച്ചാൽ 1901 കൊടുത്തു തുടങ്ങണ്ടേ. ഫസ്റ്റ് അല്ലേ കൊടുത്തു തുടങ്ങേണ്ടത്? അപ്പൊ ഒന്ന് വെച്ച് കൊടുത്തു തുടങ്ങണ്ടേ, ഒന്ന് തൊട്ടിട്ടേ കൊടുത്തു തുടങ്ങി. അപ്പൊ 1901. ഓക്കെ, ഫസ്റ്റ് അങ്ങനെ കണക്ക് ചെയ്ത് 1901 നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത്. ആരുടെ ഓർമ്മക്കായിട്ടാണ്? ആൽഫ്രഡ് നോബലിന്റെ ഓർമ്മക്കായിട്ട് സ്വീഡിഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയതാണ്. ഓക്കെ, നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത് സ്വീഡിഷ് ഗവൺമെന്റ് ആണ്. ഓക്കെ, അപ്പൊ സ്വീഡിഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയതാണ് നോബൽ സമ്മാനം. 6 വിഷയങ്ങൾക്കാണ് നോബൽ സമ്മാനം കൊടുക്കുന്നത്. 6 വിഷയങ്ങൾക്ക് നോബൽ സമ്മാനം കൊടുക്കുന്നുണ്ട്. അതിൽ 5 വിഷയങ്ങൾക്കും കൊടുക്കുന്നത് സ്വീഡൻ ആണ്, അല്ലെ? സ്വീഡിഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയതല്ലേ? അപ്പൊ 5 വിഷയങ്ങൾക്കും കൊടുക്കുന്നത് സ്വീഡൻ ആണ്. ഒരു വിഷയത്തിന് കൊടുക്കുന്നത് നോർവേ ആണ്. ഓക്കെ, ഒരു വിഷയത്തിന് കൊടുക്കുന്നത് നോർവേ ആണ്. എന്തിനാണ്? നമുക്ക് എന്തോ ഒന്ന് കിട്ടാൻ നോവേ. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. എന്താണ്? സമാധാനം കിട്ടാൻ നമുക്ക് നോവേ. ഒരു സാധ്യതയില്ല സമാധാനം കിട്ടാൻ നോവേ. അത് വെച്ചിട്ട് എന്ത് കണക്ട് ചെയ്യുക? സമാധാനം നോർവേ. സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കുന്നത് നോർവേ ആണ്. നോർവേ നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ. എന്താണ്? പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന ഏതാണ്? പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ആണ്. അപ്പൊ അതും കിട്ടിയല്ലോ. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ആദ്യം ലഭിച്ച ഏഷ്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിക്കും. ആരാണ് ആദ്യം ലഭിച്ച ഏഷ്യക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോറിന് 1913 ലഭിച്ചത്. 1913 നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരെ കുറിച്ച് നമുക്ക് പഠിക്കാട്ടോ. അതിന്റെ ക്ലാസ് നമുക്ക് ചെയ്യാം. അപ്പൊ ഇപ്പൊ ഇത് അറിഞ്ഞു നോക്കുക. ആദ്യം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. എന്തിനാണ്? ഏത് വിഷയത്തിനാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ എന്തിനാണ്? സാഹിത്യത്തിനാണ് ലഭിച്ചത്. രവീന്ദ്രനാഥ് ടാഗോറിന് സാഹിത്യത്തിന്. നമുക്ക് ആലോചിക്കാനുള്ളൂ. രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുമ്പോൾ തന്നെ സാഹിത്യം നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ സാഹിത്യത്തിനാണ് ലഭിച്ചത്. കൃതി ഏതാന്ന് ചോദിച്ചാൽ ഗീതാഞ്ജലി. ഓക്കെ, ഗീതാഞ്ജലി. രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതികൾ ഏതൊക്കെയാണ്? ഘോര, ഗീതാഞ്ജലി, കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്. ഇതൊക്കെ ആരുടെ കൃതികളാണ്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതികളാണ്. നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് നമ്മൾ പഠിച്ചതാണല്ലേ. നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഓക്കെ, ദേശീയ ഗീതം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഓക്കെ, സാരേ ജഹാം സെ അച്ഛ രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ രവീന്ദ്രനാഥ് ടാഗോറിനെ പറ്റി ഇത്ര ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. കൃതികൾ അറിയണം. ഘോര, ഗീതാഞ്ജലി, കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്. ഇതൊക്കെ ആരുടെ കൃതികളാണ്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതികളാണ്. ടാഗോറിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം ചോദിച്ചാൽ 1913. ആദ്യ ഏഷ്യക്കാരൻ ആര് എന്ന് ചോദിച്ചാലും ആദ്യ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാലും ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. 1913 സാഹിത്യത്തിന് ലഭിച്ചു. ഓക്കെ, അവസാനമായിട്ട് ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ നമ്മൾ അറിയണം. 2019 അവസാനം ഒരു ഇന്ത്യക്കാരന് ലഭിച്ചത്. ആരാണ്? അഭിജിത്ത് ബാനർജിക്കാണ്. ആരാണ്? അഭിജിത്ത് ബാനർജി 2019 ലഭിച്ചത്. ജസ്റ്റ് അറിഞ്ഞു വെക്കുക. അപ്പൊ നമുക്ക് 2023 നോബൽ സമ്മാനം നോക്കാം. ആദ്യം രസതന്ത്രം. ഓക്കെ, രസതന്ത്രത്തിന് ലൂയിസ് ഇ ബ്രൂസ്
മൗങ്കി ജി ബവണ്ടി, അലക്സി ഐ ഇക്കിമോവ്. ലൂയിസ് ഇ ബ്രൂസ്, മൗങ്കി ജി ബവണ്ടി, അലക്സി ഐ ഇക്കിമോവ്. ഈ പേരുകളൊക്കെ നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും? നമുക്ക് അങ്ങനെ കോഡ് വെച്ചിട്ടും കണക്ഷൻ വെച്ചിട്ടൊക്കെ പഠിച്ചു പോകട്ടെ. എന്തായാലും ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോബൽ സമ്മാനം പെർഫെക്റ്റ് ആവും. അതുപോലെ തന്നെ ഇതിപ്പോൾ 2023 നമ്മൾ ചെയ്യുന്നത്. 2023 നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായി എന്ന് തോന്നുകയാണെങ്കിൽ 2024 കാണാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ലൂയിസ് ഇ ബ്രൂസ്, മൗങ്കി ജി ബവണ്ടി, അലക്സി ഐ ഇക്കിമോവ്. ഓക്കെ, ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനുമാണ് അവർക്ക് ലഭിച്ചത്. ലൂയിസ് ഇ ബ്രൂസ്, മൗങ്കി ജി ബവണ്ടി, അലക്സി ഐ ഇക്കിമോവ്. ഓക്കെ, രസതന്ത്രത്തിനല്ലേ ലഭിച്ചത്. ഇനി നമുക്ക് അതൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ. ഞാൻ ഒരു ജസ്റ്റ് ചെറിയൊരു കഥ പറയാം. കഥയല്ല, ഒരു സംഭവം പറയാം. ഒരാൾ നല്ല രസത്തിൽ ഒരു ബ്രൂ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ നല്ല രസത്തിൽ ഒരു ബ്രൂ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരാള് നല്ല രസത്തിൽ, രസം എന്താണ്? രസതന്ത്രം. നല്ല രസത്തിൽ ഒരു ബ്രൂ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂയിസ് ഇ ബ്രൂസ്, ബ്രൂ കോഫി. നല്ല രസത്തിൽ ഒരു ബ്രൂ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ആഗ്രഹം, ഈ കോഫിയോടൊപ്പം ഒരു ദോശയും തിന്നണം. ദോശക്ക് എന്ത് വേണം? ഇവിടെ മാവില്ല, മാവ് വേണം. അപ്പൊ എന്താ പറയുന്നത്? ഇക്ക് മാവ് വേണം, ബാ വണ്ടി കയറ്. മാവ് പോയി വാങ്ങിയിട്ട് വരണ്ടേ? അപ്പൊ ഇക്ക് മാവ് വേണം, ബാ വണ്ടി കയറ്. അതുവരെ കണക്ട് ആയോ? ഒരാൾ നല്ല രസത്തില് ബ്രൂ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ദോശ തിന്നണം, ഇതിന്റെ ഒപ്പം നല്ലൊരു ദോശ തിന്നണം എന്നൊരാഗ്രഹം. അപ്പൊ എന്താണ്? ഇക്ക് മാവ് വേണം, ബാ വണ്ടി കയറ്. ഇക്ക് മാവ് വേണം, ബാ വണ്ടി കയറ്. ഇക്ക് മാവ് വേണം, ബാ വണ്ടി കയറ്. ഒരാള് നല്ല രസത്തിൽ ബ്രൂ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഒരു ദോശ തിന്നാന്ന് ആഗ്രഹം. അപ്പൊ എന്താണ്? ഇക്ക് മാവ് വേണം, ബാ വണ്ടി കയറ്. ഇനി പേരുകൾ നോക്കാം. ഒരാള് നല്ല രസത്തിലല്ലേ, അതെന്താ? രസതന്ത്രം. നല്ല രസത്തില് രസതന്ത്രം, ബ്രൂ കോഫി. ലൂയിസ് ഇ ബ്രൂസ്, ലൂയിസ് ഇ ബ്രൂസ് ആണ് ബ്രൂ കോഫി. പിന്നെന്താണ്? ഇക്ക് മാവ് വേണം, ഇക്ക് മാവ്, ഇക്കിമോവ്. അലക്സി ഐ ഇക്കിമോവ്, അലക്സി ഐ ഇക്കിമോവ് ആണ് ഇക്ക് മാവ് വേണം. അത് കണക്ട് ആയോ? അലക്സി ഐ ഇക്കിമോവ് ആണ് ഇക്ക് മാവ്. പിന്നെന്താ പറഞ്ഞത്? ബാ വണ്ടി കയറി അല്ലേ, ബാ വണ്ടി കയറി. അതെന്താണ്? ബാ വണ്ടി, ബവണ്ടി, മൗങ്കി ജി ബവണ്ടി. അപ്പൊ ഒന്നുകൂടി പറയാം. ഒരാൾ നല്ല രസത്തിൽ, രസം എന്താണ്? രസതന്ത്രം, ബ്രൂ കോഫി. ലൂയിസ് ഇ ബ്രൂസ് നല്ല രസത്തിൽ ബ്രൂ കോഫി എടുക്കുമ്പോൾ ദോശ കഴിക്കണം എന്നൊരാഗ്രഹം. ദോശക്ക് എന്ത് വേണം? മാവ് വേണം, ഇക്ക് മാവ് വേണം. അലക്സി ഐ ഇക്കിമോവ്, ബാ വണ്ടി കയറി, ബാ വണ്ടി കയറി. മൗങ്കി ജി ബവണ്ടി. അപ്പൊ ആ 3 പേരും കണക്ട് ആയോ? അപ്പൊ ആരൊക്കെയാണ്? ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കിമോവ്, മൗങ്കി ജി ബവണ്ടി. ഓക്കെ, കഥ ഒന്നും കൂടി പറയാം. ഒരാൾ നല്ല രസത്തിലാണ്. രസം എന്താണ്? രസതന്ത്രം അഥവാ കെമിസ്ട്രി ആണ് അല്ലേ? രസതന്ത്രം, കെമിസ്ട്രി. നല്ല രസത്തിൽ ബ്രൂ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രൂ എന്താണ്? ലൂയിസ് ഇ ബ്രൂസ്. അപ്പോഴാണ് ഒരു ദോശ തിന്നണം ആഗ്രഹം. ഇക്ക് മാവ് വേണം, അലക്സി ഐ ഇക്കിമോവ്, ഇക്ക് മാവ്, ബാ വണ്ടി കയറ്. മൗങ്കി ജി ബവണ്ടി, ബാ വണ്ടി ബവണ്ടി. ഓക്കെ, അത് കണക്ട് ആയാലോ? അപ്പൊ എന്തിനാണ് ലഭിച്ചത്? ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനുമാണ് അവർക്ക് ലഭിച്ചത്. അടുത്ത നമുക്ക് വൈദ്യശാസ്ത്രം നോക്കാം. വൈദ്യശാസ്ത്രം. കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വിജയിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തൽ. എന്തിനാണ്? COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വിജയിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തലിനാണ് ആർക്കൊക്കെ ലഭിച്ചത്? കാറ്റലിൻ കാരിക്കോ, പിന്നെന്താണ്? ഡ്രൂ വെയ്സ്മാൻ. കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. എന്തിനാണ്? വൈദ്യശാസ്ത്രത്തിനാണ് അല്ലെ? വൈദ്യശാസ്ത്രത്തിനാണ് ലഭിച്ചത്. അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഒരു കുട്ടി +2 ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഒരു കുട്ടി +2 ഒക്കെ കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് എന്താ ആഗ്രഹം എന്ന് അറിയോ? സെയിൽസ്മാൻ ആവണം. എനിക്ക് സെയിൽസ്മാൻ ആവണം എന്നാണ് കുട്ടി പറയുന്നത്. അപ്പൊ വേറൊരാൾ പറഞ്ഞു കൊടുക്കാണ്, നീ മെഡിക്കലിൽ കയറിക്കോ, സെയിൽസ്മാൻ ഒന്നും വേണ്ട. നീ ഈ വാചകം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നീ മെഡിക്കലിൽ കയറിക്കോ, സെയിൽസ്മാൻ ഒന്നും വേണ്ട. നീ മെഡിക്കലിൽ കയറിക്കോ, സെയിൽസ്മാൻ ഒന്നും വേണ്ട. നീ മെഡിക്കൽ, മെഡിക്കൽ എന്താണ്? വൈദ്യശാസ്ത്രം. കേറിക്കോ, കാറ്റലിൻ കാരിക്കോ അല്ലേ? മെഡിക്കലിൽ കേറിക്കോ, സെയിൽസ്മാൻ ഒന്നും വേണ്ട. ഡ്രൂ വെയ്സ്മാൻ, സെയിൽസ്മാൻ, വെയ്സ്മാൻ, ഡ്രൂ വെയ്സ്മാൻ. എന്താ പറഞ്ഞ്? നീ മെഡിക്കലിൽ കേറിക്കോ, സെയിൽസ്മാൻ ഒന്നും വേണ്ട. നീ മെഡിക്കൽ എന്താണ്? വൈദ്യശാസ്ത്രമാണ്. കേറിക്കോ, കാറ്റലിൻ കാരിക്കോ, സെയിൽസ്മാൻ ഒന്നും വേണ്ട. അതെന്താണ്? വെയ്സ്മാൻ, ഡ്രൂ വെയ്സ്മാൻ ആണ്. അപ്പൊ ആ പേരുകളും കിട്ടിയല്ലോ. വൈദ്യശാസ്ത്രം എന്താണ്? മെഡിക്കൽ. കേറിക്കോ, കാറ്റലിൻ കാരിക്കോ, സെയിൽസ്മാൻ ഒന്നും വേണ്ട, ഡ്രൂ വെയ്സ്മാൻ. അപ്പൊ അത് കണക്ട് ആയല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ എന്തിനാ കിട്ടിയത്? COVID-19 ഫലപ്രദമായ mRNA വാക്സിനുകൾ വിജയിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് അടിസ്ഥാന പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള കണ്ടെത്തലിനാണ് കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്ക് വൈദ്യശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് 2023. ഓക്കെ,
അപ്പൊ അത് കിട്ടിയല്ലോ. എന്താണ്? നീ മെഡിക്കലിൽ കയറിക്കോ, സെയിൽസ്മാൻ ഒന്നും വേണ്ട. നീ മെഡിക്കൽ വൈദ്യശാസ്ത്രം കയറിക്കോ, കാറ്റലിൻ കാരിക്കോ, സെയിൽസ്മാൻ ഒന്നും വേണ്ട. സെയിൽസ്മാൻ എന്താണ്? ഡ്രൂ വെയ്സ്മാൻ. അപ്പൊ വാചകം കിട്ടിയാൽ മതിയേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ് ആണ്. ഭൗതിക ശാസ്ത്രം. പിയറി അഗോസ്റ്റിനി, ഫെറങ്ക് ക്രൗസ്, ആൻ എൽ ഹുല്ലിയർ. ആരൊക്കെയാണ്? പിയറി അഗോസ്റ്റിനി, ഫെറങ്ക് ക്രൗസ്, ആൻ എൽ ഹുല്ലിയർ. ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സിന്റെ പഠനത്തിനായി പ്രകാശത്തിന്റെ ആറ്റോസെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതികൾക്കായിട്ടാണ് ആർക്കൊക്കെ ലഭിച്ചത്? പിയറി അഗോസ്റ്റിനി, ഫെറങ്ക് ക്രൗസ്, ആൻ എൽ ഹുല്ലിയർ. എന്തിനാണ്? ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സിനാണ് ലഭിച്ചത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ പഠിക്കാം? എന്തിനാണെന്ന് കിട്ടിയല്ലോ. ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സിന്റെ പഠനത്തിനായി പ്രകാശത്തിന്റെ ആറ്റോസെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതികൾക്കായിട്ടാണ് ലഭിച്ചത്. നമുക്ക് എങ്ങനെ പഠിക്കാം? ഭൗതിക ശാസ്ത്രമല്ലേ, ഫിസിക്സ് അല്ലേ. ഓക്കെ, ഫിസിക്സ് ആണ്. അപ്പോൾ ഒരു കുട്ടി ഇരുന്ന് ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കുട്ടി തന്റെ റൂമിലിരുന്ന് ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു കുട്ടി തന്റെ റൂമിലിരുന്ന് ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിസിക്സ് ഭൗതിക ശാസ്ത്രം, ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മ ഉള്ളി അരിയാൻ വിളിക്കുന്നത്. അമ്മ എന്തിനാ വിളിക്കണത്? മകളെ വാ ഉള്ളി അരിയ. അമ്മ ഉള്ളി അരിയാൻ വിളിക്കണം. അതെന്താണ് ഉള്ളി അരിയല്? ആൻ എൽ ഹുല്ലിയർ ആണ് കേട്ടോ. ഉള്ളി അരിയല് ആൻ എൽ ഹുല്ലിയർ. അമ്മ ഉള്ളി അരിയാൻ വിളിക്കാണ്. അപ്പൊ റൂമിൽ നിന്ന് അടുക്കളയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഗോസ്റ്റിനെ കാണുന്നത് അല്ലേ. അപ്പോഴെന്താണ്? ഗോസ്റ്റിനെ കാണുകയാണ്. അതെന്താ? പിയറി അഗോസ്റ്റിനി പോണ വഴിക്ക് ഗോസ്റ്റിനെ കാണുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഗോസ്റ്റിനെ കണ്ടതും ക്രോസ് ഇട്ടു. കുരിശ് എന്ന് ആലോചിച്ചാൽ മതി, ക്രോസ് ഇട്ടു എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അതെന്താണ്? കുരിശ്, ക്രോസ്, ഫെറങ്ക് ക്രൗസ്. അപ്പൊ എന്താണ്? ഒരു കുട്ടി ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മ ഉള്ളി അരിയാൻ വിളിക്കുന്നത്. ഉള്ളി അരിയൽ ആനൽ ഹുല്ലിയർ. ഈ കഥ നിങ്ങൾക്ക് അവിടെ പോയാൽ കിട്ടും. ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടിയാന്ന് കിട്ടിയാൽ മതി. ബാക്കി കഥയൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വന്നോളൂ കേട്ടോ. അപ്പോൾ ഒരു കുട്ടി ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? അമ്മ ഉള്ളി അരിയാൻ വിളിക്കുകയാണ്. ഫിസിക്സ് ഭൗതിക ശാസ്ത്രം. അമ്മ ഉള്ളി അരിയാൻ വിളിക്കുകയാണ്. ആൻ എൽ ഹുല്ലിയർ. അപ്പോഴാണ് പോണ വഴിക്ക് ഗോസ്റ്റിനെ കാണുന്നത്. പിയറി അഗോസ്റ്റിനി ഗോസ്റ്റിനെ കാണാണ്. ഗോസ്റ്റിനെ കണ്ടത് കുട്ടി എന്ത് ചെയ്തു? ക്രോസ് ഇട്ടു. ക്രോസ് എന്താണ്? ഫെറങ്ക് ക്രൗസ് ആണ്. ഫെറങ്ക് ക്രൗസ്. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. പിയറി അഗോസ്റ്റിനി, ഫെറങ്ക് ക്രൗസ്, ആൻ എൽ ഹുല്ലിയർ. എങ്ങനെ നമ്മൾ പഠിച്ചു? ഒരു കുട്ടി ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മ ഉള്ളി അരിയാൻ വിളിക്കുന്നത്. ഉള്ളി എന്താണ്? ആനൽ ഹുല്ലിയർ. ഉള്ളി അരിയാൻ ആനൽ ഹുല്ലിയർ ആണ്. പോണ വഴിക്ക് ഗോസ്റ്റിനെ കാണുകയാണ്. ഗോസ്റ്റിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ക്രോസ് ഇട്ടു. ഗോസ്റ്റ് എന്താണ്? പിയറി അഗോസ്റ്റിനി. ക്രോസ് എന്താണ്? ഫെറങ്ക് ക്രൗസ് ആണ്. ഓക്കെ, ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സിന്റെ പഠനത്തിനായി പ്രകാശത്തിന്റെ ആറ്റോസെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതികൾക്കായിട്ട് ലഭിച്ചു. ഓക്കെ, അടുത്തത് സമാധാനത്തിന് ആർക്കാണ് ലഭിച്ചത്? നർഗീസ് മുഹമ്മദി. സമാധാനത്തിന് കൊടുക്കുന്നത് നോർവേ ആണ് അല്ലെ. സമാധാനം കിട്ടാൻ നോർവേ. ഇപ്പൊ നോർവേ ആണ് നമ്മൾ പഠിച്ചു. നർഗീസ് മുഹമ്മദിക്കാണ് സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. ഇറാനിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾക്കാണ് നർഗീസ് മുഹമ്മദിക്ക് ലഭിച്ചത്. അപ്പൊ സമാധാനമല്ലേ. സിമ്പിളായിട്ട് അറിയിക്കുക. ഈ മുഹമ്മദ് എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പ്രവാചകന്റെ പേരാണ്. ഇസ്ലാമിലെ ഒരു നബിയാണ്, പ്രവാചകനാണ് മുഹമ്മദ്. അപ്പൊ ഈ ഇസ്ലാമിലെ ഒരു പ്രവാചകനല്ലേ. പ്രവാചകന്മാരൊക്കെ എന്തിന്റെ പാതയിലാണ്? സമാധാനത്തിന്റെ പാതയിലല്ലേ. സമാധാനത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ പ്രവാചകന്മാരൊക്കെ. സമാധാനത്തിന്റെ പാതയിൽ ജീവിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആലോചിച്ച് എന്ത് കിട്ടും? മുഹമ്മദ് എന്നുള്ള പേര് കിട്ടിയാൽ മാത്രം നിങ്ങൾക്ക് കിട്ടും സമാധാനം. അപ്പൊ സമാധാനത്തിന് നർഗീസ് മുഹമ്മദ്. ആ പേര് കേട്ടിട്ടുള്ളവർക്കൊക്കെ കിട്ടും. ഇസ്ലാമിലെ ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ്? സമാധാനത്തിന്റെ പാതയിലാണെന്ന് ആലോചിച്ച നർഗീസ് മുഹമ്മദി. അത്രമാത്രം അവിടെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് സാഹിത്യത്തിന് ജോൺ ഫോസ് എന്ന് പഠിച്ചാൽ മതി. ജോൺ ഫോസ്. പറയാനാവാത്ത ശബ്ദം നൽകുന്ന അദ്ദേഹത്തിന്റെ നൂതനമായ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമാണ് ജോൺ ഫോസിന് ലഭിച്ചത്. ജോൺ ഫോസ്. ഓക്കെ, സാഹിത്യത്തിനല്ലേ. സാഹിത്യം നമ്മൾ ചെറുപ്പത്തിൽ ഏതൊരു കുട്ടിക്കും കഥ പറഞ്ഞു കൊടുക്കൂലേ. കുട്ടികൾക്കൊക്കെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം എന്തിന്റെ കഥ കൂടി പറയും? അതിലൊക്കെ ഒരു ക്യാരക്ടർ ഉണ്ടാവും. എന്താണ്? കൗശലക്കാരനായ ഒരു കുറുക്കന്റെ ക്യാരക്ടർ അവിടെ ഇല്ലേ? കൗശലക്കാരനായ ഒരു കുറുക്കന്റെ കഥാപാത്രം ഏതൊരു കഥയിലും നമ്മൾ മിക്സ് ചെയ്യും. ചെറുപ്പത്തിലെ കുട്ടികൾക്കൊക്കെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ കൗശലക്കാരനായ ഒരു കുറുക്കനും അതിലുണ്ടാവും. അപ്പൊ ഈ കഥ എന്ന് ആലോചിച്ചാൽ പറയാം കുറുക്കന്റെ കഥ എന്താണ്? ഈ കുറുക്കൻ എന്താണ്? ഫോക്സ് ആണ്. അപ്പൊ ജോൺ ഫോസ്. കുറുക്കന്റെ കഥ എന്ന് ആലോചിച്ചാൽ കുറുക്കന്റെ കഥ എന്താണ്? സാഹിത്യം. അപ്പൊ സാഹിത്യമായിട്ട് കഥനെ കണക്ട് ചെയ്യുക. കുറുക്കന്റെ കഥ എന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എന്താണ്? ഫോക്സ് അഥവാ ഫോസ്. ജോൺ ഫോസ്. അപ്പൊ അതും കണക്ട് ആയല്ലോ. എന്താണ്? ചെറുപ്പത്തിൽ ഏതൊരു കുട്ടിക്കും നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറുക്കന്റെ കഥ പറയും. കൗശലക്കാരനായ കുറുക്കന്റെ കഥ പറയും. അപ്പൊ ആ കുറുക്കന്റെ കഥ വെച്ച് കഥനെ നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? സാഹിത്യമായിട്ടും. കുറുക്കൻ എന്താണ്? ഫോക്സ് ആണ്. ജോൺ ഫോസ്. ഓക്കെ, അപ്പൊ അത് സാഹിത്യമാണെന്നും കിട്ടി. പറയാനാവാത്ത ശബ്ദം നൽകുന്ന അദ്ദേഹത്തിന്റെ നൂതനമായ നാടകങ്ങൾക്കും ഗദ്യങ്ങൾക്കുമാണ് ലഭിച്ചത്. ഓക്കെ,
അടുത്തത് സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രത്തിന് ആർക്കാ ലഭിച്ചത് നോക്കാം. ക്ലോഡിയ ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിൻ സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിന്. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിന്. സാമ്പത്തിക ശാസ്ത്രം ക്ലോഡിയ ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിൻ. സാമ്പത്തിക ശാസ്ത്രം അല്ലേ, സാമ്പത്തിക ശാസ്ത്രം, സാമ്പത്തികം. അപ്പൊ നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? ഗോൾഡ്. സാമ്പത്തികമായിട്ട് നല്ല ഉള്ളവർക്കൊക്കെ എന്തുണ്ട്? ഗോൾഡ് ഉണ്ടാവും, കുറെ ഗോൾഡ് ഉണ്ടാവില്ലേ. അപ്പൊ ഈ ഗോൾഡ് എന്ന് കണ്ടാൽ തന്നെ നമുക്ക് സാമ്പത്തികം കിട്ടുവേ അല്ലേ. സാമ്പത്തികം ഗോൾഡ്. അപ്പൊ ക്ലോഡിയ ഗോൾഡിൻ. ക്ലോഡിയ ഗോൾഡിൻ. ഓക്കെ. സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെ കുറിച്ചുള്ള ധാരണ വികസിപ്പിച്ചതിന്. ഓക്കെ. അപ്പൊ അതുവരെ ക്ലിയർ ആയോ? ഒരു വട്ടം കൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. എല്ലാ കോഡുകളും ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഏതാ പഠിച്ച്? രസതന്ത്രം. നല്ല രസത്തിൽ ബ്രൂ കോഫി കുടിച്ചുകൊണ്ടിരിക്കണല്ലേ. നല്ല രസത്തിൽ ബ്രൂ കോഫി എന്താണ്? ലൂയിസ് ഇ ബ്രൂസ്. അപ്പോഴാണ് ഒരു ദോശ തിന്നാൻ. ദോശക്ക് എന്ത് വേണം? ഇക്കിമാവ് വേണം. ബ വണ്ടി കയറ്. ഇക്കിമാവ് അലക്സി ഐ ഇക്കിമോ ബ വണ്ടി കയറ് മൗങ്കി ജി ബവണ്ടി. രസം, രസതന്ത്രം. പിന്നെന്താണ്? ബ്രൂസ്, ബ്രൂ കോഫി അല്ലേ. ബ്രൂ കോഫി ലൂയിസ് ഇ ബ്രൂസ് ആണ്. ഇക്കിമാവ് വേണം. അലക്സി ഐ ഇക്കിമോ ബ വണ്ടി കയറ് മൗങ്കി ജി ബവണ്ടി. ഓക്കെ. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലിനും സമന്വയത്തിനും. അടുത്തത് വൈദ്യശാസ്ത്രത്തിന് ആർക്കാണ് ലഭിച്ചത്? കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. എന്താണ്? നീ മെഡിക്കലിൽ കയറിക്കോ, സെയിൽസ്മാൻ ഒന്നും വേണ്ട. മെഡിക്കലിൽ കയറിക്കോ, കാറ്റലിൻ കാരിക്കോ, സെയിൽസ്മാൻ ഒന്നും വേണ്ട. സെയിൽസ്മാൻ എന്താണ്? ഡ്രൂ വെയ്സ്മാൻ. അടുത്തതോ ഭൗതിക ശാസ്ത്രം അല്ലെ. ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടി. അപ്പൊ അമ്മ വിളിക്കാണ്. അമ്മ അടുക്കളയ്ക്ക് ഉള്ളി അരിയാൻ വിളിക്കാണ്. അപ്പൊ കുട്ടി അടുക്കളയ്ക്ക് പോകുമ്പോൾ ഗോസ്റ്റിനെ കണ്ടു. അതിലെങ്ങനെ കണക്ട് ചെയ്യാ? ഫിസിക്സ് പഠിക്കാണ്. ഫിസിക്സ് എന്താണ്? ഭൗതിക ശാസ്ത്രം. അപ്പോൾ അമ്മ ഉള്ളി അരിയാൻ വിളിക്കാണ്. ആനൽ ഹുല്ലിയർ. അപ്പൊ പോണ വഴിക്ക് ഗോസ്റ്റിനെ കണ്ടു. പിയറി അഗോസ്റ്റിനി. ഗോസ്റ്റിനെ കണ്ടു. പിയറി അഗോസ്റ്റിനി. അപ്പൊ ക്രോസ് ഇട്ടു. എന്താണ്? ഫെറങ്ക് ക്രൗസ്. പിന്നെ അടുത്ത സമാധാനം മുഹമ്മദ് നബി. മുഹമ്മദ് പ്രവാചകൻ. മുഹമ്മദ് നർഗീസ് മുഹമ്മദി. സാഹിത്യം ജോൺ ഫോസ്. കുറുക്കന്റെ കഥ. കഥ സാഹിത്യം കുറുക്കൻ ഫോക്സ്. ഓക്കെ. ജോൺ ഫോസ്. സാമ്പത്തിക ശാസ്ത്രം ക്ലോഡിയ ഗോൾഡിൻ. സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവർക്കൊക്കെ എന്ത് വേണം? ഗോൾഡ് വേണം. ഓക്കെ. ഗോൾഡ്. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ നോക്കാം. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ നമുക്ക് എങ്ങനെ പഠിക്കാം? MGRന് 3 times JCB മിസ്സായി. MGRന് 3 times JCB മിസ്സായി. ഓക്കെ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തോടെ. MGRന് 3 times JCB മിസ്സായി. ഈ കോഡ് നിങ്ങൾ അറിഞ്ഞു വെക്കണേ. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ ആദ്യം നിങ്ങളുടെ മനസ്സിൽ എന്ത് വരണം? MGRന് 3 times JCB മിസ്സായി. MGRന് 3 times JCB മിസ്സായി. M എന്താണ്? മധ്യപ്രദേശാണ്. G ഗുജറാത്ത് ആണ്. R എന്താണ്? രാജസ്ഥാൻ. M മധ്യപ്രദേശാണ്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? മഹാരാഷ്ട്രയ്ക്ക് പോകുമല്ലേ. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരില്ലേ? M മധ്യപ്രദേശാണ്. മധ്യത്തിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഉത്തരായന രേഖ മധ്യത്തിലൂടെ കടന്നു പോകുന്നത് ആലോചിച്ചാൽ മധ്യപ്രദേശ് നമുക്ക് കറക്റ്റ് ആവും. M മധ്യപ്രദേശ്, G ഗുജറാത്ത്, 6 രാജസ്ഥാൻ. 3 times അല്ലേ മിസ്സായത്. അപ്പൊ 3 ത്രിപുരയാണ്. 3 times JCB. J ജാർഖണ്ഡ്, C ഛത്തീസ്ഗഡ്, B എന്താണ്? ബംഗാള്, M എന്താണ്? മിസ്സായി. മിസോറാം. M അല്ല, മിസ്സായി എന്താണ്? മിസോറാം ആണ്. ഓക്കെ. ബംഗാൾ, മിസോറാം. ഇനി M എന്താണ്? മധ്യപ്രദേശ്. മധ്യത്തിലൂടെ കടന്നു പോവാണ് അല്ലെ. M മധ്യപ്രദേശ്. G എന്താണ്? ഗുജറാത്ത് ആണ്. G ഒക്കെ നമുക്ക് കിട്ടും. G ഗുജറാത്ത്. 6 രാജസ്ഥാൻ ആണ്. 6 രാജസ്ഥാൻ. 3 times 3 ത്രിപുര, JCB അല്ലെ. J ജാർഖണ്ഡ്, C ഛത്തീസ്ഗഡ്, B ബംഗാൾ. B ബംഗാൾ ആണ്. 3 times JCB മിസ്സായി. മിസ് എന്താണ്? മിസോറാം. മിസോറാം ആണ്. അപ്പൊ MGRന് 3 times JCB മിസ്സായി. ഇനി എന്റെ ഒപ്പം അക്ഷരങ്ങൾ കണക്ട് ചെയ്ത് വരാൻ പറ്റുമോ? M എന്താണ്? കിട്ടിയോ? M മധ്യപ്രദേശാണ് അല്ലെ. M മധ്യപ്രദേശാണ്. G എന്താണ്? G എന്താണ്? ഗുജറാത്ത് ആണ്. G ഗുജറാത്ത്. അപ്പൊ R എന്താണ്? 6 രാജസ്ഥാനാണ്. കിട്ടുന്നുണ്ട് അല്ലെ. MGRന് 3 times. ആ 3 എന്താണ്? 3 ത്രിപുരയാണ്. 3 times J എന്താണ്? ജാർഖണ്ഡ്, C JCB അല്ലേ. C എന്താണ്? ഛത്തീസ്ഗഡ്, B എന്താണ്? B ബംഗാൾ. JCB മിസ്സായി. മിസ് എന്താ? കിട്ടിയില്ലേ. മിസ് എന്താന്നൊക്കെ നമുക്കറിയാം. മിസോറാം ആണ്. അപ്പൊ MGRന് 3 times JCB മിസ്സായി. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ. അടുത്തത് രോഗങ്ങളും അവയുടെ അപരനാമങ്ങളും നോക്കാം. രോഗങ്ങളുടെ രാജാവ് ഏതാണ്? രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് കേട്ടോ. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. എന്നാൽ രാജകീയ രോഗം ഏതാണ്? രാജകീയ രോഗം അത് ഹീമോഫീലിയാണ്. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയാണ്. ഏപ്രിൽ 17 ആണ് ഹീമോഫീലിയ ദിനം. ഓക്കെ. ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം. മാർച്ച് 24 ക്ഷയരോഗ ദിനം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു നോക്കാം. മാർച്ച് 24 ആണ്. അപ്പൊ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയം. രോഗങ്ങളുടെ രാജാവ്
ക്ഷയം. രാജകീയ രോഗം ഹീമോഫീലിയ. രോഗങ്ങളുടെ രാജാവ് ആരാണ്? രാജാവ് ക്ഷയം. ഓക്കെ, ക്ഷയരാജൻ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോ ക്ഷയം, രോഗങ്ങളുടെ രാജാവാണ് ക്ഷയം. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനി. ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനി. ഓഗസ്റ്റ് ഫീവർ ആണ് ഇൻഫ്ലുവൻസ. ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്നത് ഇൻഫ്ലുവൻസ ആണ്. ഓഗസ്റ്റ് ഫീവർ ഇൻഫ്ലുവൻസ. പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്നത് സിഫിലിസ് ആണ്. പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്നത് സിഫിലിസ്. പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്നത് ഏതാണ്? സിഫിലിസ് ആണ്. പറങ്കിപ്പുണ്ണ്, സിഫിലിസ്. രോഗങ്ങളുടെ രാജാവ് ഏതാണ്? ക്ഷയം. രാജകീയ രോഗം ഏതാണ്? രാജകീയ രോഗം ഹീമോഫീലിയ. പിന്നെ ഏതാണ്? ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ് അല്ലെ. പിന്നെ ഓഗസ്റ്റ് ഫീവർ ഇൻഫ്ലുവൻസ. അപ്പൊ പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്നത് സിഫിലിസ് ആണ്. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനി. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനി. നാവികരുടെ പ്ലേഗ്, നമ്മൾ വിറ്റാമിൻസ് പഠിക്കുമ്പോൾ പഠിക്കേണ്ടതാണ് നാവികരുടെ പ്ലേഗ്. ഓക്കെ, വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്നതാണ് സ്കർവി. ഓക്കെ, അപ്പൊ ഈ രോഗം പഠിച്ചു വെക്കണം. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാന്ന് ചോദിച്ചാൽ സ്കർവിയാണ്. വിറ്റാമിൻസിനെ പറ്റി പഠിക്കുമ്പോൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന ഒരു രോഗമാണ് സ്കർവി. ഓക്കെ, വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം സ്കർവി. ഓക്കെ, അപ്പൊ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാന്ന് ചോദിച്ചാൽ സ്കർവിയാണ്. കറുത്ത മരണം, ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? അത് പ്ലേഗ് ആണ്. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത് അങ്ങനെ കണക്ട് ചെയ്താൽ പോലെ ബ്ലാ പ്ലാ അങ്ങനെ കണക്ട് ചെയ്താൽ ബ്ലാക്ക് പ്ലേഗ്. അപ്പൊ ബ്ലാക്ക് ഡെത്ത് പ്ലേഗ് ആണ്. കറുത്ത മരണം പ്ലേഗ് ആണ്. മദ്രാസ് ഐ, മദ്രാസ് ഐ, അയ്യും അവിടെ ഉണ്ട്, കണ്ണ് പുറത്തുണ്ട്. അപ്പൊ മദ്രാസ് ഐ ചെങ്കണ്ണ്. മദ്രാസ് ഐ ചെങ്കണ്ണ്. അടുത്തത് ബ്ലൂ ഡെത്ത്. ബ്ലൂ ഡെത്ത് കോളറയാണ്. ബ്ലൂ ഡെത്ത് കോളറ. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഷർട്ട് ഉജാലയിൽ മുക്കി വെക്കണ കണക്ട് ചെയ്യുക. അപ്പൊ ഉജാലയിൽ മുക്കി വെച്ചപ്പോൾ വെള്ള ഷർട്ടാണ് കൊണ്ടേ മുക്കിയത്. ഒരു സൈഡ് മാത്രം നീല കളർ പറ്റി പിടിച്ചു. ഓക്കെ, കോളറിന്റെ ഒരു സൈഡ് മാത്രം നീല കളർ പറ്റി പിടിച്ചു. അങ്ങനെ എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ കോളറിൽ ഉജാല എന്തെങ്കിലും കണക്ട് ചെയ്താൽ മതി. ഉജാല നീല കളർ അല്ലേ. അപ്പൊ എന്താണ്? ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത് കോളറ. നാൽക്കാലി രോഗം എന്നറിയപ്പെടുന്നത് ആന്ത്രാക്സ് ആണ് കേട്ടോ. നാൽക്കാലി രോഗം എന്നറിയപ്പെടുന്നത് ആന്ത്രാക്സ്. നാൽക്കാലി രോഗം ആന്ത്രാക്സ് ആണ്. നിശബ്ദനായ കാഴ്ചാപഹാരൻ ഇമ്പോർട്ടന്റ് ആണ്. നിശബ്ദനായ കാഴ്ചാപഹാരൻ എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമയാണ്. നിശബ്ദനായ കാഴ്ചാപഹാരൻ എന്നറിയപ്പെടുന്ന രോഗമാണ് ഗ്ലോക്കോമ. രാജകീയ രോഗം ഹീമോഫീലിയ. രോഗങ്ങളുടെ രാജാവ് ക്ഷയം. രാജകീയ രോഗം ഏതാണ്? ഹീമോഫീലിയാണ്. അപ്പൊ ഒന്നും കൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം. രോഗങ്ങളുടെ രാജാവ് ഏതാണ്? രോഗങ്ങളുടെ രാജാവ് ക്ഷയമാണ്. ക്ഷയരാജൻ അങ്ങനെ കണക്ട് ചെയ്താൽ പോരെ. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നത് ഡെങ്കിപ്പനിയാണ്. ബ്രേക്ക് ബോൺ ഫീവർ ഏതാണ്? ഡെങ്കിപ്പനിയാണ്. ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനി. ഓഗസ്റ്റ് ഫീവർ ഏതാന്ന് ചോദിച്ചാൽ ഇൻഫ്ലുവൻസ. ഓഗസ്റ്റ് ഫീവർ ആണ് ഇൻഫ്ലുവൻസ. പറങ്കിപ്പുണ്ണ് സിഫിലിസ്. പറങ്കിപ്പുണ്ണ് സിഫിലിസ്. ആരാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത്? പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് കേട്ടോ. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്ന ആരാണ്? ഡച്ചുകാരാണ്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. പരന്തിരീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. പറങ്കിപ്പുണ്ണ് സിഫിലിസ്. ഓക്കെ, ചതുപ്പ് രോഗം മലമ്പനിയാണ്. ചതുപ്പ് രോഗം മലമ്പനി. നാവികരുടെ പ്ലേഗ് സ്കർവിയാണേ, മറക്കരുത്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവി. കറുത്ത മരണം, കറുത്ത ബ്ലാക്ക് ഡെത്ത്, ബ്ലാക്ക് ഡെത്ത് പ്ലേഗ് ആണ്. ഓക്കെ, പ്ലേഗ്. മദ്രാസ് ഐ, അവിടെ ഉണ്ട്, കണ്ണ് പുറത്തുണ്ട്. അപ്പൊ മദ്രാസ് ഐ ചെങ്കണ്ണാണ്. ബ്ലൂ ഡെത്ത് ഏതാണ്? കോളറ. ബ്ലൂ ഡെത്ത് കോളറ. നാൽക്കാലി രോഗം ആന്ത്രാക്സ് ആണ്. നാൽക്കാലി രോഗം ആന്ത്രാക്സ്. നിശബ്ദനായ കാഴ്ചാപഹാരൻ ഗ്ലോക്കോമ. നിശബ്ദനായ കാഴ്ചാപഹാരൻ ഗ്ലോക്കോമ. രാജകീയ രോഗം ഏതാന്ന് ചോദിച്ചാൽ ഹീമോഫീലിയ. രാജകീയ രോഗം ഹീമോഫീലിയ. രോഗങ്ങളുടെ രാജാവ് ക്ഷയം. രണ്ടും മാറിപ്പോരുത്. ഏതാണ്? ബ്ലൂ ഡെത്ത് കോളറ. ബ്ലൂ ഡെത്ത് കോളറ. എന്താ? നീല ഉജാല. ഉജാല കോളറിലാവുകയാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ബ്ലൂ ഡെത്ത് കോളറ. ഓക്കെ, നാൽക്കാലി രോഗം ആന്ത്രാക്സ് ആണ്. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? ഇത് കൺഫ്യൂഷൻ വരരുത്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയവും രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയയുമാണ്. പിന്നെ നമ്മൾ നോബൽ സമ്മാനം പഠിച്ചു. നോബൽ സമ്മാനം ക്ലിയർ ആണ്. നമുക്ക് എന്തായാലും ഓപ്ഷൻ കണ്ടാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. രസതന്ത്രം എന്ന് കണ്ടാൽ തന്നെ നമുക്ക് കിട്ടും. രസത്തിൽ എന്തോ കുടിക്കുക, ബ്രൂ കോഫി അല്ലേ. അപ്പൊ ബ്രൂ കിട്ടും. പിന്നെ നമുക്ക് ദോശ മാവൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ സമാധാനം, ആ പേര് വെച്ച് കണക്ട് ചെയ്ത നർഗീസ് മുഹമ്മദി. സാഹിത്യം അല്ലെ, കുറുക്കന്റെ കഥയാണ്. അപ്പൊ ജോൺ ഫോസ്. പിന്നെ ഏതാ നമ്മൾ പഠിച്ചത്? സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രം നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഗോൾഡ്. ആ ഗോൾഡ് കണ്ടാൽ തന്നെ നമുക്ക് സാമ്പത്തിക ശാസ്ത്രവും കണക്ട് ആവും. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. 1901 കൊടുത്തു തുടങ്ങിയത്. രവീന്ദ്രനാഥ് ടാഗോറിന് ലഭിച്ചത് 1913 എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഭാഗം കിട്ടുന്നില്ല തോന്നുകയാണെങ്കിൽ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയ ശേഷം മാത്രം അടുത്ത ക്ലാസ് കാണാം. അപ്പൊ ഇന്നെടുത്ത ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.